ഇസ്ലാമിക് ബാങ്കിങ് ഉണ്ടല്ലോ, ആ ബാങ്ക് സിസ്റ്റം വരുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇസ്ലാമിക് ബാങ്ക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന കാര്യങ്ങളിൽ തന്നെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പണം റൊക്കമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ കടമായിട്ടൊക്കെ ആ വാങ്ങുന്നത്. ആ അപ്പോൾ അത് ഒരു സാധാരണ കമ്പനിയിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര പലിശ ഉണ്ടാവും. നമ്മൾ കൊടുക്കാൻ സാധാരണ റൊക്കം പൈസ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അധികം പൈസ കൊടുക്കേണ്ടി വരും. ഉം, അത് പലിശ ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. എങ്കിൽ ഈ നമ്മൾ ഇസ്ലാം ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അതിലുണ്ടാവും സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇതേ പൈസ ഉം, തന്നെ. ഈ ഉം, ഉം, നമുക്ക് ഈ വാങ്ങുന്ന ആൾക്ക് രണ്ടും പൈസ തന്നെയാണ് കൊടുക്കുന്നത്. ഉം, ഉം. അവൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇസ്ലാം ബാങ്കിൽ വരുന്നത്. ഇത് രണ്ടും എങ്ങനെയാണ് ഒന്ന് ഹലാലും ഒന്ന് സർവീസ് ഹറാമാണ്? ചാർജ് ആക്ച്വൽ കോസ്റ്റ് ആണെങ്കിൽ അഥവാ യഥാർത്ഥത്തിലുള്ള ചെലവാണെങ്കിൽ വാങ്ങിക്കാമെന്നാണ്. അതായത് യഥാർത്ഥത്തിൽ സർവീസ് ചെയ്യുന്നുള്ള ചാർജ്. സർവീസിനുള്ള ചാർജ് ആണെങ്കിൽ വാങ്ങിക്കാം. യഥാർത്ഥ സർവീസ് നിങ്ങളിപ്പോൾ എന്നോട് ഒരു 10,000 റുപ്യ കടം ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് പെരിന്തൽമണ്ണ പോയിട്ട് ATM നിന്ന് എടുത്തിട്ട് വരണം. അപ്പം അതിന് ഓട്ടോറിക്ഷ പോകാനുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നിങ്ങൾ തരണം. അത് നിങ്ങൾ തരേണ്ടി വരും. കാരണം എനിക്ക് എൻ്റെ ആവശ്യത്തിനല്ല പോകണം, നിങ്ങളുടെ ആവശ്യത്തിനാണ്. അപ്പോൾ അതിനൊരു 100 റുപ്യ പെരിന്തൽമണ്ണ പോകാനുള്ള ഓട്ടോറിക്ഷയ്ക്കുള്ള പൈസ ഞാൻ നിങ്ങളോട് വാങ്ങിക്കുന്നു. എന്നിട്ട് പോയിട്ട് പൈസ എടുത്ത് തരും. അപ്പോൾ അത് വാങ്ങിക്കാം, അത് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളെന്നാ അങ്ങനെയാണെങ്കിൽ 20,000 വേണം എനിക്ക് കടം. അപ്പം ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ 200 തരണം. അത് പറ്റൂല. കാരണം എനിക്ക് 20,000 എടുക്കാൻ പോകാനും ഓട്ടോറിക്ഷയ്ക്ക് ഒരു ചാർജേ ഉള്ളൂ. പിന്നെ 10,000 എടുക്കാൻ പോകാനും 1 ലക്ഷം എടുക്കാൻ പോകാനും ഒരു ചാർജാണ്. അപ്പോൾ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് സർവീസ് ചാർജ് കൂടുന്ന പരിപാടി ശരിയായിട്ട് ശരിയാവില്ല. അതേസമയം എനിക്ക് യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണക്ക് 100 റുപ്യ 150 റുപ്യ ഓട്ടോറിക്ഷയ്ക്ക് വരും. അത് മാത്രമാണ് ഞങ്ങളോട് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ചില സർവീസ് ചാർജ് നമ്മൾ ഈ അടവുണ്ടല്ലോ, അടവ് നീണ്ടുപോയാലും അത് അടക്കാൻ വിട്ടുപോയാലും ഈ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. അതെ അതെ അതെ. അപ്പം അങ്ങനെ വാങ്ങും. പിന്നെ ഇസ്ലാമിക് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല. ഇന്ന് പല രാജ്യങ്ങളിലും ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്നത് പലതും പേര് മാത്രമേ ഇസ്ലാമിക് ബാങ്ക് എന്നുള്ളൂ. ഇസ്ലാമിക കള്ള് ഷാപ്പ് എന്നൊക്കെ പറയാം ചിലതിനൊക്കെ. അപ്പോൾ ചിലത് യഥാർത്ഥത്തിൽ തന്നെ ഉണ്ട്. അതിനെപ്പറ്റി നന്നായിട്ട് അറിയണോണ്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മളെ പഠിപ്പിച്ചിരുന്ന പല ഉസ്താദന്മാരും ചില ബാങ്കുകളുടെയൊക്കെ ഷറഈ സെൻസറിങ്ങിന്റെ അധ്യക്ഷന്മാരൊക്കെ ആയിരുന്നു. പിന്നീട് അവർ രാജിവെക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പേരിതും പറഞ്ഞിട്ട് ഉള്ളിൽ പലതും നടക്കണമുണ്ട്. അത് വേറെ വിഷയം. ഏതായിരുന്നാലും ഇസ്ലാമിക് ബാങ്കുകൾ കടം കൊടുക്കൂല. അപ്പൊ തവറുക്ക് എന്നിട്ട് കടം കൊടുക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അത് വേറെ വിഷയം, അതല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിക് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് വീടുണ്ടാക്കണം, ഹൗസ് ലോണ്, വാഹനം വേണം, കാർ ലോണ്, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ഞാൻ ഇസ്ലാമിക് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കാറ് വാങ്ങിക്കാൻ ഇത്ര രൂപ ലോണ് തരണം എന്നല്ല പറയുക. അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ വീടുണ്ടാക്കാൻ വേണം, അതിന് കടം വേണം എന്നല്ല. ഇസ്ലാമിക് ബാങ്കുകൾ ലോണ് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം ബാങ്കുകളുടെ സിസ്റ്റമേ അല്ല. അപ്പോൾ ഇത് എൻ്റെ സംസാരം കേൾക്കുന്ന ചില ആളുകൾ ഇയാൾ എന്ത് പൊട്ടത്തരായി പറയണേ, ഞങ്ങളൊക്കെ അങ്ങനെ ഇസ്ലാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇവർ പറയുമ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റ് എന്താണ്, അതിൽ എഴുതുന്ന എന്താണ്, എഴുതുന്ന കടലാസിൽ എങ്ങനെ ഒപ്പിട്ട് കൊടുക്കണേ എന്നൊക്കെ അവരൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ തിരിയത്. സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴുള്ള പ്രൊസീജിയറും ഇതും കാശ് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇത് തമ്മിലുള്ള ലോണാണോ ഇത് വേറെന്താണോ ഇത് എന്നുള്ളത് ആ എഗ്രിമെൻറ്റും എഴുതിയ രേഖകളൊക്കെ നോക്കുമ്പോൾ അവർക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കിയാൽ മതി. പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് കാര്യമില്ല. ഒരാൾ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഖബറിലുള്ളവർക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹു ഗഫുറുല്ലഹു വറഹം എന്ന് പ്രാർത്ഥിക്കും, ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. വേറൊരാൾ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പാപം പുറത്തു തരുന്നത് ഖബറിലുള്ളവരാണ് പ്രാർത്ഥിക്കുന്നത്. പുറത്ത് നോക്കുമ്പോൾ രണ്ടുപേരെ വായിക്കും, ഒന്ന് ഹറാമും ഒന്ന് ഹലാലുമാണ്. അപ്പോൾ ഇസ്ലാമിക് ബാങ്കുകൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് വീട് വേണം, അപ്പം നിങ്ങൾ അതിൻ്റെ പ്ലാന് തരും. 2 മുറി, ഒരു ഡൈനിങ് ഹാള്, ഒരു സിറ്റ് ഔട്ട്, സിറ്റിങ്, കിച്ചണ്, ബാത്റൂം, ഇതൊക്കെ ഉള്ള ഒരു പ്ലാന് നിങ്ങൾ തന്നു. അപ്പം അതിന് കണക്ക് കൂട്ടിയപ്പോൾ സാധാരണ നാട്ടിലെ നിയമസ്ഥനുസരിച്ച് ഒരു 25 ലക്ഷം വരും. അപ്പോൾ ഇസ്ലാമിക് ബാങ്കുകൾ പറയും, ബാങ്ക് നിങ്ങളോട് പറയും ഓക്കെ നിങ്ങൾക്കത് 30 ലക്ഷത്തിന് ഞങ്ങൾ ഉണ്ടാക്കി തരും. 30 ലക്ഷത്തിന് ഉണ്ടാക്കി തരും. നിങ്ങളത് ഉണ്ടാക്കി താക്കോൽ അങ്ങോട്ട് കയ്യിൽ തരും. നിങ്ങളെ കയ്യിൽ നിങ്ങളത് എന്ത് ചെയ്താൽ മതി, ഓരോ തവണയും ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഈ 30 ലക്ഷം തവണകളായി അടച്ചാൽ മതി. ആ 30 ലക്ഷം ഒരു നയാ പൈസ കൂടുന്ന പ്രശ്നമല്ല. ഈ അടക്കം വൈകിപ്പോയാലോ? വൈകി പോകുന്ന പ്രശ്നമല്ല. അതല്ല ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിച്ചത് ഒരു ചാരിറ്റി സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു റിലീഫ് ഫണ്ടാണെന്നാ.
ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം എന്നാണ് അതിന് പറയേണ്ടത്. ഇനി ഇസ്ലാമിക് ബാങ്ക് എന്നല്ല പറയേണ്ടത് യഥാർത്ഥത്തിൽ. ഹലാലായ വഴിയിലൂടെ ധന ഇടപാട്, ധനകാര്യ സ്ഥാപനം. അപ്പൊ അതുകൊണ്ട് അടവ് തെറ്റുമോ എന്നുള്ള ചോദ്യമാണല്ലോ. അതിന് നിങ്ങൾക്ക്, ഞാൻ ഇസ്ലാമിക് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 30 ലക്ഷത്തിന്റെ വീട് ഞാൻ ഉണ്ടാക്കി തരണമെങ്കിൽ നിങ്ങളെ സാലറി എൻ്റെ ബാങ്കിലായിരിക്കണം വരേണ്ടത്. നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലോ? അപ്പൊ നിങ്ങളെ സാലറി എൻ്റെ കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഈ ബാങ്കിൽ അക്കൗണ്ടുള്ള വേറെ 2 ആളുകൾ ജാമ്യം നിൽക്കണം. അപ്പൊ നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ഓലെ അക്കൗണ്ട് ഇങ്ങോട്ട് വലിക്കും. ഇങ്ങനെ വളരെ സേഫ് ആയ പരിപാടിയാണ്. അവിടെ ആരും പറ്റിക്കാനും മെനക്കെടൂല. ജാമ്യം നിൽക്കുന്ന ആളുകളും നല്ല ശ്രദ്ധിച്ചിട്ടേ ജാമ്യം നിൽക്കുള്ളൂ. സംഗതി വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു. ഇതാണ് ഒരു വീടിന്റെ. ഇനി മുറാബഹ, കാറ് വേണമെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നോട് പറയാം എനിക്കൊരു സ്വിഫ്റ്റ്, മാരുതി ഡിസയർ ആണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ടൊയോട്ട പിന്നെ ക്രെറ്റയാണ്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഓരോ പേരുണ്ടല്ലോ, ബ്രസിയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പം എന്താ ചെയ്യുക? അതിന് 10 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷം 20 ലക്ഷം അതിന് വില ഉണ്ടെങ്കിൽ ഇസ്ലാമിക് ബാങ്ക് നിങ്ങൾക്ക് 20 ലക്ഷം തരുകയല്ല ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വാഹനം ഏതാണ്, ഇന്നതാണ്, അത് നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് എടുത്തോളൂ. നിങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നത്. പക്ഷേ ഇസ്ലാമിക് ബാങ്ക് നിങ്ങൾക്ക് 16 ലക്ഷത്തിന്റെ വാഹനം 20 ലക്ഷത്തിന് അല്ലെങ്കിൽ 17 ലക്ഷത്തിനോ 18 ലക്ഷത്തിനോ നിങ്ങൾക്ക് വിൽക്കുക ചെയ്യാം. അപ്പൊ നിങ്ങളും ഇസ്ലാമിക് ബാങ്കും തമ്മിൽ ഇടപാട് ഒരു കച്ചവടക്കാരൻ എന്ന ഇടപാടാണ്. ഈ വാഹനത്തിന്റെ വിലയാണ് നിങ്ങൾ ഇസ്ലാം ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നത് തവണകളായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ മാർക്കറ്റിലുള്ള വിലയേക്കാൾ കൂടുതലായിരിക്കുമോ? അങ്ങനെ ആയിരിക്കും. കാരണം അതല്ല ഇസ്ലാം ബാങ്കിന്റെ ലാഭം. പക്ഷെ അടവ് തെറ്റിയാൽ വില കൂടുന്ന പ്രശ്നം വരൂല. അപ്പൊ അടവ് തെറ്റൂല, നേരത്തെ പറഞ്ഞ ഡിമാൻഡുകളുള്ളതുകൊണ്ട്. ഡിമാൻഡിലായതുകൊണ്ട് അടവ് തെറ്റാൻ സാധ്യത ഇല്ല. അതിനുള്ള മറ്റു മാർഗങ്ങളൊക്കെ കണ്ടെത്തിയാൽ അതുകൊണ്ട് വളരെ സൗകര്യമാണ്. കാരണം ഒരു വർഷം കൊണ്ട് അടവങ്ങ് തീരും. ഈ അടവുള്ളത് കൊണ്ട് വേറെ പൈസ അങ്ങും ചെലവാക്കൊന്നുമില്ല. ഒരു വർഷം കഴിഞ്ഞ് ഇതാകും. അതിനിപ്പോൾ അടവ് തെറ്റുന്ന പ്രശ്നമില്ല. നിങ്ങളെ കാര്യം നടന്ന് ഇവരെ കാര്യം നടന്ന് ഇസ്ലാം ബാങ്കിന് ലാഭമായി നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ കൊടുത്തിട്ട് അല്ലാതെ തന്നെ വാഹനം നിങ്ങൾക്ക് കിട്ടും ചെയ്ത്. കുറച്ച് പൈസ എമൗണ്ട് അധികം വരും, അത്രയേ ഉള്ളൂ.